ഈശ്വരനിലേക്ക് അടുക്കാനുള്ള നവഭക്തി മാർഗങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ പുരാണങ്ങളിൽ കാണാം. ഇന്നത്തെ കഥയമമയിൽ പ്രഹ്ലാദന്റെ ഭക്തിമാർഗമാണ് വിഷയം. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വൈശാഖമാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വൈശാഖമാസം സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാസമാണ്. ഭഗവാൻ നാരായണനെ ആരാധിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് അഭികാമ്യം. അദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള സമയം കൂടിയാണ് വൈശാഖമാസം. അക്ഷയ തൃതീയ നമ്മൾ നേരത്തെ പറഞ്ഞു. ബലരാമസ്വാമിയുടെയും പരശുരാമസ്വാമിയുടെയും അവതാരം ഉണ്ടായത് അക്ഷയ തൃതീയ ദിവസമാണ്. ഇതേ വൈശാഖ മാസത്തിൽ തന്നെ ഭഗവാന്റെ ഒരു തിരു അവതാരം വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നരസിംഹ ജയന്തിയാണ്. അത് നാളെയാണ്. അപ്പം നരസിംഹ ജയന്തിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇന്നേ ദിവസം നരസിംഹ ജയന്തിയുടെ തലേന്ന് തീർച്ചയായിട്ടും നമ്മൾ കേട്ടിരിക്കേണ്ട ഒരാളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റാരും തന്നെയല്ല, നരസിംഹസ്വാമി പ്രകടമാവാൻ കാരണമായിട്ടുള്ള സാക്ഷാൽ ഭക്തപ്രഹ്ലാദൻ്റെ നവധാഭക്തി സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. പണ്ട് ഈ ഒരു രാജസൂയ യാഗമൊക്കെ നടക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ എപ്പോഴൊക്കെയോ നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, ഭഗവാൻ ഈ നാരായണൻ എന്ന് വിളിക്കുന്ന ആൾക്ക് അസുരന്മാരോടൊരു വിപ്രതിപത്തിയും ദേവന്മാരോടൊരു അതിയായിട്ടുള്ള താല്പര്യവും ഇല്ലേ മഹർഷേ? ഈ ഭഗവാൻ ദേവന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചാടി പുറപ്പെട്ട് ഇറങ്ങും. അസുരന്മാർക്ക് അത്രയധികം ഭഗവാൻ വേണ്ട രീതിയിൽ വാരിക്കോരി കൊടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഈ ഭഗവാന് പക്ഷാഭേദം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് ശ്രീനാരദ മഹർഷിയോട് യുധിഷ്ഠിരൻ പറയുന്നതായിട്ടൊരു സന്ദർഭം ഭാഗവത്തിൽ ആചാര്യന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. ആ സമയത്താണത്രേ പ്രഹ്ലാദൻ എന്ന് വിളിക്കപ്പെടുന്ന അസുര ചക്രവർത്തിയായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ടുള്ള ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ കഥയും നവധാഭക്തി എന്ന രീതിയിൽ നമ്മളിന്ന് വിളിക്കുന്ന 9 തരം ഭക്തിയെക്കുറിച്ചും ആ സമയത്ത് നാരദ മഹർഷി നരസിംഹാവതാരം കഥയിലൂടെ സപ്തമസ്കന്ധത്തിൽ സാക്ഷാൽ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നവധാഭക്തി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 9 തരം ഭക്തിയാണ് അതിനകത്തുള്ളത്. ഇത് പ്രഹ്ലാദനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 9 തരത്തിൽ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഓരോ മനുഷ്യജന്മത്തിലും സാധിക്കുന്നതാണ്. മനുഷ്യജന്മം തന്നെ വേണമെന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഗജേന്ദ്രൻ്റെ കഥ കേൾക്കുന്ന സമയത്ത് കേട്ടു, ആന ആയാൽ പോലും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും, പരുന്തായാൽ പോലും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ 9 മാർഗങ്ങളുണ്ട് എന്നാണ് പറയുക. ഇത് ഉപദേശിക്കുന്നത് പ്രഹ്ലാദനാണ്. ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ? ഭാഗവത്തിൽ വരുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണത്. നവധാഭക്തി: ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നാണ് 9 മാർഗങ്ങൾ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 മാർഗങ്ങളിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഏതൊരാൾക്കും സാധിക്കും എന്നാണ് പറയുക. ഈ 9 മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് എന്ന് വെച്ചാൽ ശ്രവണത്തിൽ തുടങ്ങി ആത്മസമർപ്പണത്തിൽ എത്തുന്ന തരത്തിൽ ഒരു വഴിയായിട്ട് അതിനെ എടുത്ത് സഞ്ചരിച്ചാലും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഓരോന്നിലൂടെ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിച്ചാലും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ കഥയും ഇതേ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ തന്നെ പ്രഹ്ലാദൻ പറയുന്നു നോക്കൂ, നവധാഭക്തിയിൽ 1 ശ്രവണമാണ്, കേൾക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് സാധിക്കുന്ന അത്രയും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ശ്രവണത്തിലൂടെയാണ് ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിനാണ് വൈശാഖമാസക്കാലത്ത് ഭാഗവത സപ്താഹങ്ങൾ ഉൾപ്പെടെയുള്ള ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്ന യജ്ഞങ്ങൾ നാട് മുഴുവൻ നടക്കുന്നത്. ശ്രവണമാണ് ഏറ്റവും പ്രധാനം. ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ പ്രകടമാവുക എന്ന് ചോദിച്ചപ്പോൾ മഹാത്മാക്കൾ പറയാറുണ്ട്, ഭഗവാൻ മനസ്സിനകത്തേക്ക് പ്രവേശിക്കുന്നത് ചെവികൾക്കുള്ളിലൂടെയാണത്രേ, ശ്രവണത്തിലൂടെ. ഭഗവാന്റെ കഥകൾ കേട്ടാലാ ഭഗവാനെ മനസ്സിൽ നമുക്ക് ആത്യന്തികമായിട്ട് ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രവണത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ആ ശ്രവണത്തിലൂടെ ഭഗവാനെ കിട്ടിയ ഒരാളാണ് രുക്മിണി. ഭഗവാൻ കൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ദ്വാരകയിലുണ്ട് എന്നുള്ളത് ശ്രീനാരദ മഹർഷിയിൽ നിന്നും മറ്റ് മഹാത്മാക്കളിൽ നിന്നും ഭഗവാന്റെ കീർത്തനങ്ങളെ കേട്ടാണ് രുക്മിണീ ദേവിക്ക് കൃഷ്ണനെ ലഭിക്കുന്നത്. അപ്പം ശ്രവണത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും.
ഇങ്ങനെ ഓരോ മാർഗങ്ങളിലൂടെയും ഭഗവാനെ സാക്ഷാത്കരിക്കുക. അത് കീർത്തനായിക്കോട്ടെ, സ്മരണത്തിലൂടെ ആയിക്കോട്ടെ, ഭഗവാനെ ദാസ്യഭാവത്തിൽ, ഭഗവാനെ ഞാൻ അങ്ങയുടെ ദാസനാണെന്നുള്ള ഭാവത്തിൽ കണ്ടുകൊണ്ടായിക്കോട്ടെ, ഭഗവാനെ സഖ്യഭാവത്തിൽ ഒരു സുഹൃത്തായിട്ട് കണ്ടുകൊണ്ടായിക്കോട്ടെ, ഏത് വിധേനയും ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രഹ്ലാദൻ പറഞ്ഞു വരുന്നത്. 9ാമതായിട്ട് ഭക്തപ്രഹ്ലാദൻ പറയുന്നത് ആത്മനിവേദനമാണ്, സ്വയം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെപ്പോഴും കേരളീയ പാരമ്പര്യത്തിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, തത്വമസി. അത് ഞാൻ തന്നെയാകുന്നു. എന്താണോ ഞാൻ അന്വേഷിച്ചു പോകുന്നത് അത് ഞാൻ തന്നെയാകുന്നു, അല്ലെങ്കിൽ തിരിച്ച് അത് നീ തന്നെയാകുന്നു. ആ ഭാവമാണ് ഈ ആത്മനിവേദനം എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത്. ഞാൻ തന്നെയാണ് ഭഗവാന് സമർപ്പിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട വസ്തു എന്നുള്ള ഭാവത്തിൽ തന്നെ ഭഗവാന് സമർപ്പിക്കുക. 9ാമത്തേതായിട്ടുള്ള ആത്മനിവേദനം അത് ചെയ്തിട്ടുള്ള ആളാണ് പ്രഹ്ലാദൻ. ഓരോ ഭക്തിയുടെ രീതിയിലും നമുക്ക് ഓരോരോ ഉദാഹരണങ്ങളെ കാണാൻ സാധിക്കും. ഇപ്പം സഖ്യം എടുക്കുകയാണെങ്കിൽ അർജുനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. ദാസ്യഭാവത്തിൽ വേണമെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതേസമയം ഭഗവാന്റെ മന്ത്രിയായിരുന്ന ഉദ്ധവനെ കാണാം. ഇങ്ങനെ ഓരോ ഭാവത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഭക്തന്മാരുടെ ഉദാഹരണവും നവതാ ഭക്തി വരുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് സങ്കല്പിക്കേണ്ടതാണ്. അപ്പം ആത്യന്തികമായിട്ട് ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ 9 മാർഗങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ഭക്തപ്രഹ്ലാദൻ പറയുന്നത്. അപ്പം അതിൽ നമുക്ക് സാധിക്കുന്നത് ഏതോ? ചില ആളുകൾക്ക് കേൾക്കാനാവും താല്പര്യം, അങ്ങനെയുള്ള ആൾക്കാർ കേൾക്കുക. ചില ആൾക്കാർക്ക് കീർത്തിക്കാനാവും താല്പര്യം, അങ്ങനെയുള്ള ആൾക്കാർ കീർത്തിക്കുക. ചില ആൾക്കാർക്ക് സ്മരിക്കാനാണ് താല്പര്യം, അവർക്കത് ചെയ്യാം. താൻ തന്നെയാണ് ആ ആത്യന്തികമായിട്ടുള്ള ഭഗവാന്റെ തേജസ് എന്ന് മനസ്സിലാക്കുന്ന ആത്മസമർപ്പണം ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാം. എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഈ ജന്മത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശലക്ഷ്യം. അത് പറഞ്ഞു തന്ന ഭക്തപ്രഹ്ലാദനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ നവധാ ഭക്തി അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. നാളെ നരസിംഹ ജയന്തിയാണ്. ഭഗവാന്റെ വിശേഷപ്പെട്ട ഒരു കഥയായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.